ദാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഉലുവ ചീരയാണ്, അല്ലെങ്കിൽ ബന്ദിക്കീര. 2 കിഴങ്ങ് എടുത്ത് നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അരമുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഉലുവയുടെ ഇല ഇത് തണ്ടേന്ന് അടർത്തി എടുത്തിട്ട് ഇതുപോലെ ആക്കി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു. കറിവേപ്പില, 2 സവാള പൊടിയായി അരിഞ്ഞത്, നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന്. ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഇട്ട് കൊടുക്കുക. കിഴങ്ങിട്ടുക. കിഴങ്ങ് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക. മൂടി തുറന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഇളക്കിയിട്ടുണ്ട്. കിഴങ്ങൊന്ന് വെന്തതിന് ശേഷം ഉലുവ ചീര ഇട്ട് കൊടുക്കുക. കുറച്ച് തേങ്ങയും ഒന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും ഉലുവ ചീര ഇട്ട് കൊടുക്കുക. തേങ്ങ ഇടുക. ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുക. അതിനാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇടയ്ക്കിടയ്ക്ക്. നന്നായിട്ട് ഇളക്കി കൂട്ടുക. ഇളക്കി കൂട്ടി നന്നായിട്ട് പൊത്തി വെച്ചതിന് ശേഷം ഒന്നുകൂടെ മൂടി വെച്ച് ആവി കയറ്റിയെടുക്കുക. ഇലയെല്ലാം നല്ലോണം വാടിയാന്ന് നോക്കിയതിന് ശേഷം ചിക്കി തോർത്തി എടുക്കുക. ഇതൊന്ന് ചിക്കി വെള്ളമയം ഒന്ന് നീക്കി എടുക്കുക. ഇനി മൂടി വെക്കാതെ ഇതൊന്ന് ചിക്കി എടുക്കുക. നന്നായിട്ട് വെന്ത് പാകമായിട്ടുണ്ട്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എല്ലാം പാകത്തിനുണ്ട്. കിഴങ്ങിട്ടിരിക്കുന്നതുകൊണ്ട് നന്നായിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചീര നിങ്ങൾ ഉണ്ടാക്കി നോക്കിയേച്ചും അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിൽ രേഖപ്പെടുത്തുക.